Dear students, we are continuing with the chapter Human Health and Disease. അതിൽ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ് അലർജി. ലാസ്റ്റ് ക്ലാസ്സിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, വാക്സിനേഷൻ എല്ലാം നമ്മൾ കണ്ടു. സോ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് അലർജി. ഇറ്റ് ഈസ് ദ എക്സാഗ്രേറ്റഡ് റെസ്പോൺസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ടു സം ആൻറ്റിജൻസ് സീൻ ഇൻ എൻവയോൺമെൻറ്റ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ആണത് അല്ലേ. എക്സാഗ്രേറ്റഡ് റെസ്പോൺസ്, കുറച്ച് കൂടുതലായിട്ട് അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അലർജിയൊക്കെ വരുമ്പോൾ ശരീരത്തിലൊക്കെ സ്കിന്നിലൊക്കെ റാഷസ് ഉണ്ടാവാം, തടിപ്പുകൾ ഉണ്ടാവാം, ദെൻ സ്നീസിങ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് കൂടുതൽ റെസ്പോൺസാണ് ഈ അലർജിയുടെ കേസിൽ ഉണ്ടാവുക. അതും എൻവയോൺമെൻറ്റിൽ കാണുന്ന ചില ആൻറ്റിജൻസിന് ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ ആൻറ്റിജൻസിൻ്റെ പ്രസൻസ് ആണ് അലർജിക്ക് കാരണമാവുന്നത്. സോ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ ആൻറ്റിജൻസ് ആ പ്രസൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ആൻഡ് ദാറ്റ് റെസ്പോൺസ് ഇസ് കോൾഡ് അലർജി. അപ്പോൾ ഏതൊക്കെ ആൻറ്റിജൻസ് ആണ് അലർജിക്ക് കാരണമാകുന്നത് അതിനെ നമ്മൾ അലർജൻസ് എന്ന് വിളിക്കുന്നു. അലർജൻസ്, സബ്സ്റ്റൻസസ് കോസിങ് അലർജി. എക്സാമ്പിൾ മൈറ്റ്സ് ഇൻ ഡസ്റ്റ്. മൈറ്റ്സ്, ടിക്കും മൈറ്റ്സും ചെറിയ ചെറിയ ചെള്ള് പോലത്തെ സാധനങ്ങൾ. അത് ചില മൃഗങ്ങളുടെ രോമങ്ങളിൽ കാണാം, പൊടികളിൽ വരാം. പിന്നെ പോളൻ ഗ്രെയിൻസ്, പൂക്കളുടെ പോളൻ ഗ്രെയിൻസ്, അനിമൽ ഡാൻഡർ, ഫർ, ഇതെല്ലാം നമ്മുടെ അനിമൽസിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ഫർ, നാരുകൾ അല്ലെങ്കിൽ അവരുടെ രോമങ്ങൾ, ഇതെല്ലാം പലർക്കും പല തരത്തിലാണ് അലർജി ഉണ്ടാവുക. ചില ഫുഡ് അലർജീസ് ഉണ്ട്, പല രീതിയിലും. അപ്പോൾ എപ്പോഴൊക്കെയാണോ അലർജീസ് ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന് ആ അലർജി നമുക്ക് പറ്റാത്ത ഒരു ഫോറിൻ ബോഡി ആണെങ്കിൽ അതിനനുസരിച്ചൊരു എക്സാഗ്രേറ്റഡ് റെസ്പോൺസ് കാണിക്കും. അതാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന തടിപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന വേറെ ബുദ്ധിമുട്ടുകൾ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് എഗെയിൻസ്റ്റ് ദ അലർജൻസ് ആർ IgE ടൈപ്പ്. നമ്മൾ കുറേ ആൻറ്റിബോഡീസ് പഠിച്ചു. അലർജിയുടെ കേസിൽ ബോഡി ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിയാണ് IgE. IgE എന്ന ഗ്രൂപ്പിൽപ്പെട്ട ആൻറ്റിബോഡീസാണ് ബോഡി ഉണ്ടാക്കുക. IgE ബൈൻഡ്സ് ഓൺ മാസ്റ്റ് സെൽസ് ടു റിലീസ് കെമിക്കൽസ് like histamine and serotonin from them. It results in allergic reactions. The IgE and receptor സെൽസിലേക്ക് ബൈൻഡ് ചെയ്ത് കെമിക്കൽസിനെ, ബോഡിയുടെ ഉള്ളിൽ കെമിക്കൽസിനെ റിലീസ് ചെയ്യുന്നു. കെമിക്കൽസ് ഹിസ്റ്റമിനും സെറോട്ടോണിനും ഒക്കെയാണ് റിലീസ് ചെയ്യുക. ഈ ഹിസ്റ്റമിനും സെറോട്ടോണിനും ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഈ അലർജിക് റിയാക്ഷൻസിന് കാരണം. നിങ്ങൾ അലർജിക്ക് അലർജി ആയിട്ട് ഡോക്ടേഴ്സിനോട് ചെന്നാൽ തരുന്ന മരുന്നുകൾ ശ്രദ്ധിച്ചറിയാം, അത് ആൻറ്റി ഹിസ്റ്റമിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ അലർജിയുടെ സിംറ്റംസ് കുറയ്ക്കാനുള്ള അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്ന് തരിക. അപ്പോൾ ഹിസ്റ്റമിൻ ബോഡി ഉണ്ടാക്കുന്നു, നമ്മളത് അതിൻ്റെ സിംറ്റംസിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ ഡോക്ടേഴ്സ് ആൻറ്റി ഹിസ്റ്റമിൻ, ഹിസ്റ്റമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മരുന്നുകളാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. സോ വെൻ ദ ബോഡി ഈസ് എക്സ്പോസ്ഡ് ടു സം allergic things or allergens, the IgE antibodies, they produce chemicals like histamine and serotonin, and it is this histamine and serotonin which causes allergic reactions. അലർജിയുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ്, പല ഇൻഡിവിജ്വൽസിലും പല രീതിയിലായിരിക്കും അലർജിക് സിംറ്റംസ് ഉണ്ടാവുക. The IgE binds to the mast cells. Then what are the symptoms of allergy? എന്തൊക്കെയാണ് അലർജിയുടെ സിംറ്റംസ്? സ്നീസിങ്, തുമ്മൽ, വാട്ടറി ഐസ്, കണ്ണിലൊക്കെ വെള്ളം നിറയുക, റണ്ണിങ് നോസ്, അതായത് കോൾഡൊക്കെ ഉണ്ടാവുന്ന പോലെ മൂക്കൊലിക്കുക, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, വീസിങ്. വീസിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ചെറിയൊരു തടസ്സമുണ്ടാവും വീസിങ് സമയത്ത്. അപ്പോൾ ഒരു വല്ലാതെ ഒരു ബുദ്ധിമുട്ടിയാണ് ശ്വാസം എടുക്കുക. ദെൻ സ്കിൻ റാഷസ് ഓൺ ദ സ്കിന്നിൻ്റെ മുകളിൽ റാഷസ് ഉണ്ടാവുക, തടിപ്പുകൾ, റെഡിഷ് കളർ ഒക്കെ ഉണ്ടാവുകയാണ്. ഡിറ്റർമിനേഷൻ ഓഫ് കോസ് ഓഫ് അലർജി. പിന്നെ എങ്ങനെയാണ് അലർജിയുടെ കാരണം മനസ്സിലാക്കുക? ദ പേഷ്യൻ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ഓർ ഇൻജക്റ്റഡ് വിത്ത് വെരി സ്മോൾ ഡോസസ് ഓഫ് പോസിബിൾ അലർജൻസ് ആൻഡ് ദ റിയാക്ഷൻ സ്റ്റഡീഡ്. അപ്പോൾ നോർമലി നമുക്ക് എന്താണ് നമുക്ക് അലർജിക്ക് ആവുക എന്നുള്ളത് പലപ്പോഴും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മിക്ക സമയങ്ങളിലും പേഷ്യൻസിന് തന്നെ അത് കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുക. നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച സമയങ്ങളിലാണോ ഉണ്ടായത് എന്നൊക്കെ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന അലർജൻസ് എന്ന് മനസ്സിലാവും. എല്ലാവർക്കും ഒരേ കാര്യമല്ല പ്രശ്നം ഉണ്ടാവുക.
അപ്പോൾ ഇതറിയാൻ വേണ്ടി ചെയ്യുന്നത് ചെറിയ ഡോസസിൽ അലർജൻസ് ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും പേഷ്യൻറ്റിന്. അപ്പോൾ ഏത് അലർജൻ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക, അതാണ് അലർജിയുടെ കാരണമെന്ന് മനസ്സിലാക്കുക ചെയ്യാം. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ കേസസിനും ചിലപ്പോൾ പോസിബിൾ ആവില്ല. മിക്കവാറും നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള, നമ്മൾ പെരുമാറുന്ന അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ സ്ഥലങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ സാധിക്കുള്ളൂ. സോ ഇങ്ങനെയൊരു ടെസ്റ്റും കൂടി അലർജിയുടെ കേസിൽ ചെയ്തിട്ടാണ് അലർജൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കുക. സോ അലർജൻസിൽ നിന്ന് മാറി നിൽക്കുക മാത്രമാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതും അല്ലെങ്കിൽ അതിന് സമയത്ത് അത് കഴിക്കുന്ന മെഡിസിൻസ് യൂസ് ചെയ്യാം, ആൻറ്റിഹിസ്റ്റമിൻസ് ഒക്കെ യൂസ് ചെയ്യാം. Then treatment. Drugs like antihistamine, adrenaline, steroids quickly reduce the symptoms of allergy. അപ്പോൾ ഈ മെഡിസിൻസ് എല്ലാം ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസ് ഒക്കെ അലർജിയുടെ സിംറ്റംസ് പെട്ടെന്ന് കുറയ്ക്കും. പക്ഷെ അലർജി എന്നുള്ള കണ്ടീഷൻ മാറില്ല, സിംറ്റംസ് കുറയ്ക്കാൻ സാധിക്കും. ആ സമയത്ത് ഉണ്ടായ സിംറ്റംസിനെ കുറയ്ക്കാൻ സാധിക്കും. അലർജൻസ് എപ്പോഴൊക്കെ നമ്മൾ എക്സ്പോസ്ഡ് ആവണോ ആ സമയത്തൊക്കെ അലർജി നമുക്ക് ഉണ്ടാവും. ആസ്മ ഈസ് എ റെസ്പിറേറ്ററി ഡിസീസ് ഡ്യൂ ടു അലർജി. അപ്പം അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഡിസീസാണ് ആസ്മ. പൊടിപടലങ്ങളിലേക്കൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ ചില ആളുകൾക്ക് ആസ്മ ഉണ്ടാവും, ശ്വാസതടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. മോഡേൺ ഡേ ലൈഫ് സ്റ്റൈൽ റിസൾട്ട്സ് ലോവറിംഗ് ഓഫ് ഇമ്മ്യൂണിറ്റി ആൻഡ് മോർ സെൻസിറ്റിവിറ്റി ടു അലർജൻസ്. അപ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കാനും, അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ പെട്ടെന്ന് എല്ലാ സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ പണ്ടത്തെ ആളുകൾക്ക് പ്രശ്നം ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഇന്നത്തെ സമൂഹത്തിന് പ്രശ്നങ്ങളാവുന്നുണ്ട്. അതായത് സെൻസിറ്റീവാണ്. ചെറിയ ഒരു പുകപടലോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ വരെ പ്രശ്നമായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. മെനി ചിൽഡ്രൻ ഇൻ മെട്രോ സിറ്റീസ് സഫർ ഫ്രം അലർജീസ് ആൻഡ് ആസ്മ ഡ്യൂ ടു സെൻസിറ്റിവിറ്റി ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ മെട്രോ സിറ്റീസിലൊക്കെ വളരെയധികം പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ടാവും. മെയിൻലി എക്സ്ഹോസ്റ്റ് ഫ്രം ഫാക്ടറീസ്, ദെൻ വെഹിക്കിൾസ് ഇല്ലേ, വളരെയധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ്, ഫാക്ടറീസിൻ്റെ എക്സോസ്റ്റ്, ഇതിന്നൊക്കെ ഉണ്ടാവുന്ന ഇത് എയർ പൊല്യൂഷന് കാരണമാണ്. ആൻഡ് ദ റിസൾട്ട് ഓഫ് എയർ പൊല്യൂഷൻ എന്താ, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് സിവിയർ സിംറ്റംസ് ഉണ്ടാവും, അലർജീസ്, ആസ്മ ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഈ എയർ പൊല്യൂഷൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണത്. This is due to the protected environment provided early in life. അപ്പോൾ അതിൻ്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് മെട്രോ സിറ്റീസിലൊക്കെ വളരെ ലിമിറ്റഡ് സ്പേസ് ആണ്, താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ഒരു സ്ഥലത്ത് അത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും കുട്ടികളെ വളർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ഇതിനോടൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് അത് അലർജിക്കായി മാറാനും അത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്റ്റഡായി വളരുമ്പോൾ നോർമലി സാധാരണ ആളുകളിൽ, ഇതൊക്കെ എക്സ്പോസ്ഡ് ആയ ആളുകളിൽ ഇമ്മ്യൂണിറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ അവരെക്കാളും സ്വാഭാവികമായി ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് സെൻസിറ്റീവാണ് ഇവരുടെ ബോഡി, പെട്ടെന്ന് അലർജിക് സിംറ്റംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ഓട്ടോ ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അറിയാം, ഓട്ടോ മീൻസ് സെൽഫ്, അതായത് നമ്മുടെ ബോഡിയുടെ സെൽസിനെ ബോഡി തന്നെ നശിപ്പിക്കുക, അതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്നത്. ഇൻ higher vertebrates, memory-based acquired immunity evolved based on the ability to differentiate foreign organisms from self cells. സാധാരണ കേസിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഫോറിൻ ഓർഗാനിസംസ് എൻ്റർ ചെയ്താൽ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ പ്രൈമറി റെസ്പോൺസ് ഉണ്ടാവുമെന്ന് പഠിച്ചു. സെക്കൻഡ് എൻട്രിയിൽ മെമ്മറി സെൽസ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യും, ഈ ഫോറിൻ ഓർഗാനിസം റെക്കഗ്നൈസ് ചെയ്ത് ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് വെച്ച് ഇതിനെ നശിപ്പിക്കുമെന്നാണ് പഠിച്ചത്. അപ്പോൾ അത് നമ്മുടെ സെൽസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മളത് ചെയ്തിരുന്നത്. നോർമൽ ഇമ്മ്യൂണിറ്റി അങ്ങനെയാണ്. പക്ഷേ ചില പ്രത്യേക കേസസിൽ, ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. സംടൈംസ് ഡ്യൂ ടു ജനറ്റിക് ആൻഡ് അതർ അൺനോൺ റീസൺസ്, ചിലപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ആവും, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് ബോഡി അറ്റാക്സ് സെൽഫ് സെൽസ്. അപ്പോൾ സാധാരണ ഇമ്മ്യൂണിറ്റിയിൽ ബോഡി അറ്റാക്സ് ഫോറിൻ സെൽസ് ആയിരുന്നു അല്ലേ, പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, ചില ജനറ്റിക് ഡിസോർഡേഴ്സ് കൊണ്ട് ബോഡി അറ്റാക്സ് സെൽഫ് സെൽസ്, ബോഡിയുടെ സെൽസിനെ അറ്റാക്ക് ചെയ്യുക, നശിപ്പിക്കുന്നു. റിസൾട്ടിങ് ഇൻ ഡാമേജ് ടു ദ ബോഡി. അപ്പോൾ ബോഡിയുടെ സെൽസിനെ നശിപ്പിക്കാന്ന് വെച്ചാൽ ബോഡിക്ക് ഡാമേജ് ഉണ്ടാവുക ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പോൾ ഇങ്ങനത്തെ ഡിസീസിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയാം. അതിൻ്റെ ഏറ്റവും എക്സാമ്പിളാണ്, നിങ്ങൾക്ക് ഫോട്ടോ കണ്ടറിയാം, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസിന് വാദം, എൻ്റെ ഒരു റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ബോഡിയുടെ സെൽസിനെ തന്നെ നശിപ്പിക്കുക.
So this is the end of this portion. So we have seen allergy, allergens and autoimmunity. ഇതൊക്കെയാണ് ഈ പോർഷനിൽ വരുന്ന ഭാഗങ്ങൾ.